Hello my dear students, welcome to Transportation System and Safety class. ഇന്ന് മൊഡ്യൂൾ 2-ലെ സെക്കൻഡ് ചാപ്റ്റർ 2.2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡെഫിനിഷൻ ഓഫ് വേരിയസ് ക്രോസ് സെക്ഷണൽ എലമെൻറ്റ്സ്. ഓക്കെ, അതായത് ഹൈവേയുടെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഫിഗറിൽ കാണുന്നതൊരു ക്രോസ് സെക്ഷനാണ്, റോഡിൻ്റെ ക്രോസ് സെക്ഷനാണ്. സോ ഇങ്ങനെ ഹൈവേയുടെ ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ഡെഫിനിഷനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എന്താണ് ഈ ക്രോസ് സെക്ഷൻ എലമെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മൾ എടുക്കുന്ന പേയ്മെൻ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ലൈഫ് ഓഫ് ദ പേയ്മെൻറ്റ്, അതുപോലെ ആ ഒരു പേയ്മെൻറ്റിൻ്റെ മേലെ കൂടെയുള്ള റൈഡിങ്ങിൻ്റെ കംഫർട്ട് ആൻഡ് സേഫ്റ്റി, ഇതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഓക്കെ, അതാണ് ഈ ക്രോസ് സെക്ഷണൽ എലമെൻറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോസ് സെക്ഷണൽ എലമെൻറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് വൺ, പേയ്മെൻറ്റ് സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ്, then road margins, camber, width of carriageway, curbs, width of formation and right of way. ഈ ഒരു രീതിയിലാണ് ഇത്രയും ക്രോസ് സെക്ഷൻ എലിമെൻറ്റ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ്. ഫസ്റ്റ് വൺ, പേയ്മെൻറ്റ് സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമ്മുടെ പേയ്മെൻറ്റിൻ്റെ സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, സോ അപ്പോൾ അതിലൂടെയുള്ള റൈഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് പേയ്മെൻറ്റിൻ്റെ സർഫസിൽ വരുന്ന എലമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ഹൊറിസോണൽ കർവ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ അവിടുത്തെ സേഫ് ഓപ്പറേറ്റിംഗ് സ്പീഡിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? അവിടുത്തെ പേയ്മെൻറ്റ് സർഫസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, അതിലെന്തൊക്കെ വരും? ആ 4 ആസ്പെക്ട്സ് ആണ് അതിലുള്ളത്. ഒന്ന് ഫ്രിക്ഷൻ, ദെൻ അൺഈവ്നെസ്, ദെൻ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് ഡ്രെയിനേജ്. ഫ്രിക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വെഹിക്കിൾ മൂവ് ചെയ്യുമ്പോൾ വെഹിക്കിളിൻ്റെ വീലും നമ്മുടെ റോഡ് സർഫസും തമ്മിൽ കോണ്ടാക്റ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റഫ്നെസ്, അതാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്, അല്ലേ? സോ അഡിക്വേറ്റ് ഫ്രിക്ഷൻ നിർബന്ധമാണ്, കാരണം ഫ്രിക്ഷൻ ഇല്ല എങ്കിൽ സ്കിഡ് ചെയ്ത് പോകും, അല്ലേ? എന്ന് വെച്ചാൽ ഫ്രിക്ഷൻ കൂടിക്കഴിഞ്ഞാൽ മോർ ആൻഡ് മോർ എന്ത് വരും? ഫോഴ്സ് വേണം നമുക്ക് അതിൽ മൂവ് ചെയ്യാൻ. സോ ഫ്രിക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡിസൈറബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളുടെ ഫ്രിക്ഷനും കാര്യങ്ങളും ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ അൺഈവൻനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ എത്ര തന്നെ ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്താലും ഒരു കംപ്ലീറ്റ്ലി ഈവൻ സർഫസ് നമ്മളുടെ പേയ്മെൻറ്റിൽ നമുക്ക് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ മാക്സിമം ഈവൻനെസ് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ റോഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? എന്നാൽ മാത്രമേ നമ്മൾക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡിങ്ങിൽ അതിൽ സാധ്യമാവുള്ളൂ. ഇനി അൺഈവൻനെസ് കൂടിക്കഴിഞ്ഞാൽ, ഈവൻ അല്ലാത്ത രീതിയിലാണ് നമ്മളുടെ റോഡിൻ്റെ സർഫസ്, എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? വീലിൻ്റെ ഒക്കെ വിയർ ആൻഡ് ടയർ എല്ലാം പ്രശ്നമാവും. ഓക്കെ, അതാണ് അൺഈവൻനെസ്സിനോട് പറയുന്നത്. പിന്നെ ലൈറ്റ് റിഫ്ലക്ഷൻ്റെ കാര്യം. ലൈറ്റ് റിഫ്ലക്ഷനോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗ്ലെയറിൻ്റെ കാര്യങ്ങളാണ് ഈ പറയുന്നത്. അതായത് ഇപ്പം ബ്ലാക്ക് കളർ റോഡാണെങ്കിൽ അത് ഡേ ടൈമിൽ ഗ്ലെയർ ഒന്നും ഉണ്ടാവില്ല. അതേസമയത്ത് നൈറ്റിൽ പുവർ വിസിബിലിറ്റി. അതേസമയം വൈറ്റ് റോഡ്സ് ആണെങ്കിൽ നൈറ്റിൽ ഗുഡ് വിസിബിലിറ്റി ആയിരിക്കും, പക്ഷേ ഡേ ടൈമിൽ ഗ്ലെയർ ആയിരിക്കും. സോ ലൈറ്റിൻ്റെ ഒരു എഫക്റ്റാണ് പറയുന്നത്. സോ കോൺക്രീറ്റ് റോഡാണെങ്കിലോ ബെറ്റർ വിസിബിലിറ്റിയാണ്, ലെസ് ഗ്ലെയറുമാണ്. സോ ലൈറ്റ് റിഫ്ലക്ഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ എന്നാണ് കോൺക്രീറ്റ് റോഡ്സ് ആണ്. ഓക്കെ, പിന്നെ ഡ്രെയിനേജ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഒരു തരത്തിലും വെള്ളം ഈ റോഡ് സർഫസിൻ്റെ ഉള്ളിലൂടെ താഴോട്ട് ഇറങ്ങി ചെല്ലുക. അതായത് ഒരുപാട് ലെയേഴ്സ് കൂടി ചേർന്നിട്ടാണ് നമ്മളുടെ ഈ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഓരോരോ ലെയർ, അതിൻ്റെ മേലെ മറ്റൊരു ലെയർ, അങ്ങനെയാണ് ലാസ്റ്റ് നമ്മൾ കാണുന്നത് ഇതിൽ റോഡായി മാറിയിട്ടുള്ളത്. സോ റോഡിൻ്റെ സർഫസിൽ എന്താണ്? റെയിൻ വാട്ടർ എല്ലാം വരുമല്ലോ. സോ ഈ റെയിൻ വാട്ടർ റൺ ഓഫ് ഒരിക്കലും ഈ ഒരു റോഡിൻ്റെ ഉള്ളിലൂടെ സീപ്പേജ് ആയിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ റോഡ് കേടുമായി പോകും. ഓക്കെ, സോ അതിന് പകരം എന്തായിരിക്കണം? ഈ വെള്ളമെല്ലാം എന്തായിരിക്കണം? ഈ റോഡ് സർഫസിലൂടെ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ എന്തായിരിക്കണം? എല്ലാം അതിൽ നിന്നും ഡ്രെയിൻ ചെയ്ത് പോകണം. ഓക്കെ, അതാണ് ഡ്രെയിനേജിൻ്റെ കാര്യം പറയുന്നത്. അങ്ങനെ വന്നാൽ മാത്രമേ അതിന് ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷൻ റോഡിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ. സ്കിഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ തന്നെ റോഡ് സർഫസ് വേണം. സോ നമ്മൾ അതിന് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രെയിനേജിൻ്റെ ഫെസിലിറ്റീസ് എല്ലാം കൊടുക്കും. ആ കളക്ട് ചെയ്ത വെള്ളം എല്ലാം കൂടെ അണ്ടർഗ്രൗണ്ടിലൂടെ ഏതെങ്കിലും ഡ്രെയിനേജിലേക്കൊക്കെ പോകുന്ന രീതിയിൽ കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ഇതാണ് പേയ്മെൻറ്റ് സർഫസ് ക്യാരക്ടറിസ്റ്റിക്സിൽ പറയാനുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്ന ക്രോസ് സെക്ഷണൽ എലിമെൻറ്റ് ക്യാമ്പറാണ്. സോ ക്യാമ്പർ എല്ലാവരും കേട്ടിട്ടുള്ള കാര്യം അല്ലെങ്കിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മളുടെ റോഡ് സർഫസ് എന്താണ്? പക്ക പ്ലെയിൻ ആണോ? അല്ലല്ലോ. റോഡ് സർഫസിന് എന്താണ്? നേരിയ ഒരു കർവ്ഡ്, അല്ലെങ്കിൽ എന്താ പറയുക, റോഡിൻ്റെ സെൻറ്റർ പോയിൻ്റ് കുറച്ചൊന്ന് എലിവേറ്റഡ് ആയിട്ടായിരിക്കും. ഓക്കെ, ആ ഒരു ക്രോസ് സ്ലോപ്പിനെയാണ് നമ്മൾ ക്യാമ്പർ എന്ന് പറയുന്നത്.
ഓക്കെ. സോ എന്താണ്, ഒരേ തിക്നെസ്സിലായിരിക്കില്ല അല്ലെങ്കിൽ ഒരു പ്ലെയിൻ സർഫസ് ആയിരിക്കില്ല എന്ത് റോഡ് സർഫസിൽ വരിക. അതിന് ചെറിയ രീതിയിൽ സെൻറ്ററിൽ നിന്നും രണ്ട് ഭാഗത്തേക്കും താഴോട്ടേക്കൊരു ചെറിയൊരു സ്ലോപ്പിംഗ് ആയിട്ടാണ് നമ്മൾ റോഡ് സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ദ ക്രോസ് സ്ലോപ്പ് പ്രൊവൈഡ് ടു റേസ് മിഡിൽ ഓഫ് ദ റോഡ് സർഫസ്. റോഡിൻ്റെ മിഡിലിനെ ഒന്ന് റേസ് ചെയ്തിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലാണ് അതിൻ്റെ റേസിങ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതെന്തിനാണ്? റെയിൻ വാട്ടർ വരുമ്പോൾ ആ റൺ ഓഫിനെ അതിൽ നിന്നും ഡ്രെയിൻ ചെയ്ത് കളയണം. ഓക്കെ, അതിൽ നിന്നും ഒഴുകി പോയിട്ട് സൈഡിലേക്ക് കളക്ട് ചെയ്ത് പോകണം. അത് റോഡിൽ ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ ഒഴുകി പോകാൻ പറ്റുന്ന രീതിയിലാണ് ഈ ക്യാമ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, സർഫസിൽ പ്രൊട്ടക്ഷൻ കൊടുക്കണം, അല്ലേ? ഗ്രാവൽ ബിറ്റുമിനസ് റോഡിനൊക്കെ ആണെങ്കിൽ സർഫസിൽ എപ്പോഴും ഒരു പ്രൊട്ടക്ഷൻ, കാരണം വെള്ളം നിൽക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പം എപ്പോഴും പെട്ടെന്ന് വരുന്ന വെള്ളമെല്ലാം എന്തായിരിക്കണം, അതിൽ നിന്നും ഡ്രെയിൻ ചെയ്ത് പോയിട്ടുണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ അതിൽ നിന്നും സബ്ഗ്രേഡ്, അതായത് ഉള്ളിലേക്കുള്ള ഒരുപാട് ലേയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. സോ സബ്ഗ്രേഡിലേക്ക് എന്ത് ചെയ്യണം? ഡ്രെയിൻ ചെയ്യാതിരിക്കണം. സോ സബ്ഗ്രേഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ക്വിക്ക്ലി ഡ്രൈ ചെയ്യും, അല്ലേ? മഴ വരുന്ന സമയത്ത് തന്നെ അവിടെ നിൽക്കാതെ വെള്ളം എന്ത് ചെയ്യുന്നത്, അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ക്വിക്ക്ലി ഡ്രൈ ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പം എന്താണ്, നമ്മളുടെ റോഡിൻ്റെ സേഫ്റ്റി ഇൻക്രീസ് ചെയ്യാണ് അതുവഴി ചെയ്യുന്നത്. ഇനി ക്യാമ്പർ നമ്മൾ പല രീതിയിലും കൊടുക്കുന്നുണ്ട്. പാരബോളിക് ക്യാമ്പർ, ഓക്കെ, അതായത് പാരബോളിക് ആയിട്ട് ആ ഒരു സ്ലോപ്പിംഗ് കൊടുക്കുന്നു. സെൻറ്ററിൽ നമ്മൾ ഫസ്റ്റ് ഫിഗറിലേക്ക് നോക്കൂ, സെൻറ്റർ കുറച്ചധികം തന്നെ റൈസ് ചെയ്ത് നിന്നിട്ടുണ്ട്, ബാക്കി രണ്ട് അറ്റത്തിലേക്കും ചെറിയ രീതിയിൽ ഒരു ചെറിയ സ്ലോപ്പിംഗ് ആണ്. ഓക്കെ, നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ ഒരു സ്ലോപ്പിംഗ് അത്ര തന്നെ നമുക്ക് ഫീൽ ചെയ്തോളണമെന്നില്ല, പക്ഷേ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ആ ഒരു സ്ലോപ്പിംഗ് കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, അതിന് നമ്മൾ 1/n എന്ന രീതിയിലാണ്, അല്ലെങ്കിൽ n% എന്നുള്ള ലെവലിലാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത്, ന്യൂമറിക്കലി കണക്കാക്കുന്നത്. അതല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാം സെക്കൻഡ് ഫിഗറിൽ. ഇനി തേർഡ് ഫിഗർ നോക്കൂ, കോമ്പിനേഷൻ ഓഫ് സ്ട്രെയിറ്റ് ആൻഡ് പാരബോളിക്. ഓക്കെ, സെൻറ്റർ പാർട്ടിൽ പാരബോളിക് ആയി കൊടുത്തിട്ട് പെട്ടെന്ന് അതിനെ സ്ട്രെയിറ്റ് ആയിട്ട് രണ്ട് എഡ്ജിലേക്കും എക്സ്പാൻഡ് ചെയ്യുന്ന രീതിയിലും കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ രീതിയിലാണ് നമ്മളിപ്പം റോഡിൽ കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ഒരു വെഹിക്കിൾ മൂവ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കറക്റ്റ് പ്ലെയിൻ സർഫസ് അല്ല, പകരം സെൻറ്ററിൽ കുറച്ച് റേസ് ചെയ്തിട്ടുണ്ടാകും. അതാണ് ക്യാമ്പർ എന്ന് പറയുന്നത്. ആ റേസിങ്ങിനെയാണ് നമ്മൾ ക്യാമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കാണിച്ചിട്ടുള്ളത് നോക്കൂ, സ്ലോപ്പ്ഡ് ക്യാമ്പറും പാരബോളിക് ക്യാമ്പറും. അതായത് വണ്ടികൾ നിൽക്കുന്നത് കണ്ടാലും മനസ്സിലാവും, അല്ലേ? ആ ഒരു രീതിയിൽ നമ്മളുടെ റോഡിലൊക്കെ വെഹിക്കിൾസ് നിൽക്കുന്നത് ഈ ചെറിയ രീതിയിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഫീൽ ചെയ്യാവുന്ന രീതിയിലല്ല എങ്കിൽ പോലും ഈ രീതിയിൽ ചെറിയൊരു സ്ലാൻഡിങ് പൊസിഷനിലായിരിക്കും നമ്മളുടെ വെഹിക്കിൾസ് എല്ലാം മൂവ് ചെയ്യുന്നത്. പിന്നെ IRC വാല്യൂസ് ഫോർ ക്യാമ്പറിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂസ് ഉണ്ട്. അതിനേക്കാൾ കൂടുതലൊന്നും കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അതായത് IRC എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ റോഡ് കോൺഗ്രസ്, അതായത് നമ്മുടെ ഹൈവേ അല്ലെങ്കിൽ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ്സുകളാണ് IRC എന്ന് പറയുന്നത്. സോ കോൺക്രീറ്റ് ഓർ ബിറ്റുമിനസ് റോഡൊക്കെ വരുമ്പോൾ ഹെവി റെയിൻ ഉള്ള സ്ഥലത്ത് നമ്മൾ 2% ഒക്കെയാണ് സ്ലോപ്പിംഗ് കൊടുക്കുന്നത്. ഓക്കെ, മാക്സിമം 2%. ലൈറ്റ് റെയിൻ ഒക്കെ ആണെങ്കിൽ 1.7% ഉണ്ട്. ഇനി ഗ്രാവൽ ബിറ്റുമിനസ് മെക്കാഡം ആണെങ്കിൽ 3% ഹെവി റെയിൻ ഉള്ളിടത്ത്, ലൈറ്റ് റെയിൻ ആണെങ്കിൽ 2.5%. ഈ രീതിയിലാണ് നമ്മൾ IRC പ്രകാരം ക്യാമ്പർ കൊടുക്കുന്നത്. നെക്സ്റ്റ് എലമെൻറ്റ്, ക്രോസ് സെക്ഷണൽ എലമെൻറ്റ് എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ക്യാരേജ് വേ. വിഡ്ത്ത് ഓഫ് ക്യാരേജ് വേയോട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി വെഹിക്കിളിന് മൂവ് ചെയ്യാൻ എത്ര വിഡ്ത്ത് ഉണ്ട്. ഓക്കെ, അതായത് റോഡിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഒരുപാട് ഫീച്ചേഴ്സ് നമ്മളുടെ ഒരു പേയ്മെൻറ്റിൽ ഉണ്ടാവും. ഓക്കെ, ഫുട്പാത്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഇതുപോലെ ഡ്രെയിനേജിൻ്റെ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. സോ വെഹിക്കിളിന് മൂവ് ചെയ്യാൻ അലോട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സർഫസ്, അത് എത്ര വിഡ്ത്തിലാണ് വെഹിക്കിളിന് മൂവ് ചെയ്യാൻ അലോട്ട് ചെയ്തിട്ടുള്ളത്, അതിന് നമ്മൾ ക്യാരേജ് വേ എന്ന് പറയും. ഓക്കെ, വിഡ്ത്ത് ഓഫ് ക്യാരേജ് വേ. ഓക്കെ, അത് നമ്മൾ ട്രാഫിക് ലൈൻ, അതുപോലെ നമ്പർ ഓഫ് ലൈൻസിന് ഡിപ്പെൻഡ് ചെയ്യും. ഓരോ റോഡിലും ഡിഫറെൻ്റ് ആയിരിക്കും വിഡ്ത്ത് ഓഫ് ക്യാരേജ് വേ. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ഒരു വെഹിക്കിൾ എടുത്താൽ അതിൻ്റെ മാക്സിമം പെർമിസിബിൾ വിഡ്ത്ത്, അതായത് അതിൻ്റെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ രണ്ട് അറ്റത്ത് ഓരോ വീലുണ്ടല്ലോ. സോ ആ രണ്ട് വീലിൻ്റെ ഇടയ്ക്കുള്ള, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ആ ഒരു വിഡ്ത്ത്, ആ ഒരു ലുക്ക് നോക്കുമ്പോഴുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള 2.44 മീറ്റേഴ്സാണ്. ഓക്കെ, ഇനി ഒരു റോഡിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് അറ്റത്തും ഓരോ സൈഡ് ക്ലിയറൻസ് ആയിട്ട് കൊടുക്കുന്നത് 0.68 മീറ്റേഴ്സാണ്. അതായത് സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഒരൊറ്റ നിരയിൽ വെഹിക്കിൾസ് പോകുന്നത് സിംഗിൾ ലൈൻ എന്ന് പറയുന്നത്, അല്ലേ? സോ സിംഗിൾ ലൈനിൻ്റെ രണ്ടറ്റത്തും 0.68 ക്ലിയറൻസ് കൊടുക്കണം. സോ രണ്ടും കൂടെ കൂട്ടി വന്നാൽ നമുക്കൊരു 3.75 മീറ്റേഴ്സ് വേണം. എന്തിന്? ഒരു ക്യാരേജ് വേ എന്ന് പറഞ്ഞാൽ എന്തിന്? സിംഗിൾ ലൈൻ വരുമ്പോൾ. ഓക്കെ, അപ്പം അത് രണ്ട് രീതിയിലും കാണിക്കും. സിംഗിൾ ലൈൻ അല്ലാതെ ഡബിൾ ലൈൻ വരുന്നതും ഉണ്ട്.
ഓക്കെ, സിംഗിൾ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് ആ ഒരു റോഡ് എന്ന് പറഞ്ഞാൽ 3.8 മീറ്റേഴ്സാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ. അവിടെ ഒരൊറ്റ നിരയിൽ മാത്രമേ വെഹിക്കിൾസ് പോകുള്ളൂ, അതാണ് സിംഗിൾ ലൈൻ. ഇനി പൊതുവെ എല്ലാ റോഡുകളും നമ്മളിങ്ങനെ കണ്ടിട്ടുള്ളത് ഹൈവേസ് എല്ലാം എങ്ങനെയാണ്, ഡബിൾ ലൈൻ, അതായത് ഒരു സെൻട്രൽ കൂടെ ഇങ്ങനെ ഡാഷ്ഡ് ലൈൻസ് വരുന്നുണ്ട് അല്ലേ. അങ്ങനെ രീതിയിൽ രണ്ട് സൈഡിലും വെഹിക്കിൾസ് ഒരേ സമയം മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് 1 വേ ആവാം 2 വേ ആവാം. ഏതായാലും ഡബിൾ ലൈൻ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ക്യാരേജ് വേയിൽ തന്നെ 2 ലൈനിൽ വെഹിക്കിൾസ് മൂവ് ചെയ്യാൻ പറ്റുന്നത്. സോ അത് തിരിച്ചത് എന്തെങ്കിലും വരും, 2.44 രണ്ടെണ്ണം വേണം. പിന്നെ അതിന് രണ്ടിനും 2 ലൈൻ ആകുമ്പോൾ 2 സൈഡ് ക്ലിയറൻസ് 0.53 മീറ്റേഴ്സാണ്. പിന്നെ ഇടയ്ക്കൊരു കുറച്ച് വിടുത്ത് കൊടുക്കുമല്ലോ, 2 വെഹിക്കിൾസിൻ്റെ തമ്മിൽ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 1.06. അങ്ങനെ മൊത്തം ഒരു 7 മീറ്റേഴ്സാണ് ഡബിൾ ലൈനിൽ കാണിക്കുന്നത്. അതാണ് വിഡ്ത്ത് ഓഫ് ക്യാരേജ് വേ. സോ വിഡ്ത്ത് ഓഫ് ക്യാരേജ് വേ ഫോർ സിംഗിൾ ലൈൻ എന്ന് പറയുന്നത് 3.8 മീറ്റേഴ്സും വിഡ്ത്ത് ഓഫ് ക്യാരേജ് വേ ഫോർ ഡബിൾ ലൈൻ 7 മീറ്റേഴ്സും ആണെന്ന് മാത്രം മനസ്സിലാക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അതായത് വിഡ്ത്തിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. കണ്ടില്ലേ, ആ ഒരു റോഡ് കാണിച്ചിട്ടുള്ളതിൽ വെഹിക്കിൾസിന് മൂവ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ആ ഒരു വിഡ്ത്തിനെയാണ് വിഡ്ത്ത് ഓഫ് ക്യാരേജ് വേ എന്ന് പറയുന്നത്. ഇനിയിപ്പം അതിനെ ഡബിൾ ലൈൻ വരുമ്പോൾ നോക്കൂ, ഒരു സിംഗിൾ ലൈൻ വിഡ്ത്ത് എന്ന് പറയുന്നത് ഈ ഒരു ആരോ കാണിച്ചിട്ടുണ്ടല്ലോ, അത്രയുമാണ് ഒരു സിംഗിൾ ലൈൻ. ഓക്കെ, ഇതിപ്പം ഇതേപോലെ സെൻറ്ററിൽ കുറച്ച് പോർഷൻ വിട്ടിട്ട് പിന്നെയും അപ്പുറത്തും റോഡുണ്ട്. ഓക്കെ, അവിടെയും ഡബിൾ ലൈനാണ്. ഓക്കെ, ആ രീതിയിലാണ് ലൈൻ വിഡ്ത്ത് കാണിക്കുന്നത്. ഇനി അതുപോലെ ലൈൻ വിഡ്ത്തിൻ്റെ IRC സ്പെസിഫിക്കേഷനാണ് സിംഗിൾ ലൈൻ 3.75 ആണ്, 2 ലൈൻ നോ കർബ്സ് 7. കർബ് എന്താ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ കർബ്സിൻ്റെ റേസ്ഡ് കർബ്സ് കൊടുക്കുന്നെങ്കിൽ 7.5, ഇൻ്റർമീഡിയറ്റ് ക്യാരേജ് ആണെങ്കിൽ 5.5, മൾട്ടി ലൈനുകളൊക്കെ വരുമ്പോൾ ഓരോ ലൈനും 3.5 മീറ്റേഴ്സ് വീതം വരും. ഇനി നെക്സ്റ്റ് പറയുന്ന കാര്യം കർബ്സ് ആണ്. കർബ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ക്യാരേജ് വേനെ പറഞ്ഞല്ലോ, ഇനി പേയ്മെൻ്റ് ഇല്ല അല്ലെങ്കിൽ റോഡിൽ ഈ ക്യാരേജ് വേ കഴിഞ്ഞിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഷോൾഡർ അല്ലെങ്കിൽ ഇപ്പം ഇൻ്റർസെക്ഷനൊക്കെ ആണെങ്കിൽ അവിടെ ഐലൻഡ്സ് ഉണ്ടാവാം, അതല്ലെങ്കിൽ ഫുട് പാത്തുകൾ ഉണ്ടാവാം. സോ ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും ഈ ക്യാരേജ് വേയും തമ്മിൽ ഒരു ബൗണ്ടറി കൊടുക്കുന്നുണ്ട്. അതായത് വെഹിക്കിൾസിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാത്ത രീതിയിലായിരിക്കണം ബാക്കി ഈ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവേണ്ടത്. സോ അങ്ങനെ ഇൻറ്ററപ്റ്റ് ചെയ്യാതിരിക്കാൻ എന്ത് ചെയ്യും, ആ ക്യാരേജ് വേയിൽ നിന്നും ഒരു ബൗണ്ടറി കൊടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അതിനെ ആ ഒരു ബൗണ്ടറിക്ക് പറയുന്ന പേരാണ് കർബ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ടൈപ്സ് കർബ്സ് കൊടുക്കും. ലോ ഓർ മൗണ്ടബിൾ കർബ്സ്, സെമി ബാരിയർ ടൈപ്പ് കർബ്സ്, സബ്മേർജ്ഡ് കർബ്സ്. ഓക്കെ, സോ ഇതാണ് ഓരോന്നിൻ്റെയും ഫിഗർ. മൗണ്ടബിളിൻ്റെ ഫിഗർ നോക്കൂ, ആ രീതിയിൽ കർബ്സ് ഞാൻ ഫിഗർ കാണിച്ചു തരാം. പിന്നെ സെമി ബാരിയർ ടൈപ്പ് ഉണ്ട്, ബാരിയർ ടൈപ്പ് വേറെ രീതിയിൽ വരുന്നു, സബ്മേർജ്ഡ് അതായത് റോഡ് ക്യാരേജ് വേണ്ടി താഴെ ഭാഗത്തേക്കായിട്ട് സബ്മേർജ്ഡ് വരുന്നുണ്ട്. സോ നോക്കൂ, ഇതാണ് ഒരു ടൈപ്പ്. ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ട് കണ്ടിട്ടുണ്ടാവും. അത് ഈ ക്യാരേജ് വേയിൻ്റെ ഒരു ബൗണ്ടറി ആയിട്ട് കൊടുത്തിട്ടുള്ള ഇതിനാണ് കർബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പിൽ ഫുട് പാത്തിൽ നിന്നും ക്യാരേജ് വേനെ ബൗണ്ടറി ആയി കൊടുത്തിട്ടുള്ളതാണ് ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള കർബ്. ഈ കർബിൻ്റെ കൂടെ തന്നെ ഡ്രെയിനേജും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലും കാണാറുണ്ട്. ഇത് എന്താണ്, 2 ലൈൻ റോഡിൻ്റെയും ഇടയ്ക്ക് വരുന്ന ബൗണ്ടറി, ഡിഫറെൻറ്റ് ലൈൻസിനെ തമ്മിൽ ബൗണ്ടറി കാണിക്കുന്നതാണ് ഈ ഒരു കർബ് എന്ന് പറയുന്നത്. സോ ഈ രീതിയിലൊക്കെ നമ്മൾ കർബ് കൊടുക്കും. ഇനി പറയുന്നത് റോഡ് മാർജിനാണ്. റോഡ് മാർജിനോട് ഉദ്ദേശിക്കുന്നത് നോക്കൂ, ദ പോർഷൻ ഓഫ് ദ റോഡ് ബിയോണ്ട് ദ ക്യാരേജ് വേ ആൻഡ് ഓൺ ദി റോഡ് വേ. അതായത് റോഡിലുള്ള തന്നെയാണ്, പക്ഷെ ക്യാരേജ് വേ കഴിഞ്ഞിട്ട് വേറെ എന്തൊക്കെയുണ്ടോ അതിന് മൊത്തമായിട്ട് നമ്മൾ റോഡ് മാർജിനിൽ പറയും. ഓക്കെ, റോഡ് മാർജിനിൽ വരും. എന്തൊക്കെയാണ് റോഡ് മാർജിനിൽ വരുന്നത് നോക്കൂ. ഫസ്റ്റ് ഷോൾഡേഴ്സ്. എന്താ ഷോൾഡേഴ്സ്? റോഡിൻ്റെ എഡ്ജിൽ കൊടുക്കുന്നതാണ് ഷോൾഡേഴ്സ് എന്ന് പറയുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെഹിക്കിൾസ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ, എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് റോഡിൽ സൈഡിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി നിർത്തിയിടാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെ കൊടുക്കുന്ന കുറച്ചൊരു സ്പേസാണ് നമ്മൾ ഷോൾഡർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഷോൾഡർ എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുക്കേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഫുള്ളി ലോഡ് ട്രക്കൊക്കെ ആണെങ്കിൽ പോലും അതിനെ താങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഷോൾഡർ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും വണ്ടി കേടായതൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു വർക്കിംഗ് സ്പേസും കൂടെ കണ്ടിട്ടാവണം ഷോൾഡർ കൊടുക്കുന്നത്. അതേപോലെ തന്നെ 4.6 മീറ്റേഴ്സൊക്കെയാണ് ഏകദേശം ഒരു ഷോൾഡറിൻ്റെ വിഡ്ത്ത് പറയുന്നത്. പക്ഷേ നമ്മളുടെ ഇന്ത്യയിൽ റൂറൽ ഹൈവേസിലൊക്കെ ഒരു 2 ലൈൻ റൂറൽ ഹൈവേ ഒക്കെ ആണെങ്കിൽ അതിൽ 2.5 മീറ്റേഴ്സൊക്കെ ഷോൾഡറും
കൊടുക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫിഗറിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു കാരേജ് വേ കണ്ടില്ലേ, അതിൻ്റെ ഒരു വൈറ്റ് ലൈന് കഴിഞ്ഞിട്ട് വീണ്ടും എഡ്ജിലേക്ക് കാണിച്ചിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, അതിന് നമ്മൾ ഷോൾഡർ എന്ന് പറയും. ഓക്കെ, ആക്ച്വലി വെഹിക്കിൾസ് അതിലൂടെ എല്ലാം മൂവ് ചെയ്യുന്നത് കാരേജ് വേയിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാരേജ് വേ കാണിച്ചിട്ടുണ്ട്, 2 ലൈൻ റോഡാണിത്. അതും കഴിഞ്ഞിട്ടുള്ള ബാക്കി റോഡിൻ്റെ പോർഷന് നമ്മൾ ഷോൾഡർ എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ് പാർക്കിംഗ് ലെയിൻസ്. പാർക്കിംഗ് ലെയിൻസ് എന്താണ്? റോഡിൽ തന്നെയുള്ള വെഹിക്കിൾസ് പാർക്ക് ചെയ്യാൻ കൊടുക്കുന്ന ഒരു സ്പേസാണ് പാർക്കിംഗ് ലെയിൻസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഫിഗറിൽ നമുക്ക് നോക്കാം, ഒരുപാട് അതായത് കാരേജ് വേയിലൂടെ വെഹിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട്, അതേസമയം അതിൻ്റെ ലാസ്റ്റ് ഷോൾഡറും കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസിൽ എന്തുണ്ട്, പാർക്കിങ്ങിനായിട്ട് ഒരു വിഡ്ത്ത് കുറച്ച് സ്പേസ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അത് പാർക്കിംഗ് ലെയിൻ എന്ന് പറയുന്നു. പിന്നെ വരുന്നത് ബസ് ബേസ്. സോ ബസ്സിൻ്റെ സ്റ്റോപ്പിംഗ്, അതുപോലെ ലോഡിങ് അൺലോഡിങ് അതിനൊക്കെ പറ്റുന്നതാണ് ബസ് ബേസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളതാണ്. റോഡിൽ തന്നെ ആയിരിക്കും അല്ലേ, ചെറിയ ചെറിയ സ്റ്റോപ്പുകൾ ഉണ്ടല്ലോ, അതൊക്കെ എന്ന് വെച്ചാൽ റോഡിൽ തന്നെ ആയിരിക്കും, എന്നാൽ കാരേജ് വേയിലേക്ക് ഇല്ലാത്ത രീതിയിലായിരിക്കും. ഇതൊക്കെ റോഡ് മാർജിനിൽ വരുന്നതാണ്. ഇനി സർവീസ് റോഡ്സ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? അതായത് നമ്മളുടെ ഹൈവേസ്, അതുപോലെ എക്സ്പ്രസ് വേസുകളൊക്കെ ഉണ്ടല്ലോ. സോ ഈ എക്സ്പ്രസ് വേസിനോടൊക്കെ പാരലായിട്ട് വേറൊരു ഐസൊലേറ്റഡ് വേറൊരു റൂട്ടിലൂടെ റൂട്ടാണ് സർവീസ് റോഡ് എന്ന് പറയുന്നത്. അതായത് ഇതിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാത്ത രീതിയിൽ. ഓക്കെ, ഇതിൽ കാരണം എക്സ്പ്രസ് വേ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാക്സിമം സ്പീഡിൽ വെഹിക്കിൾസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള അത്രയും ക്വാളിറ്റി റോഡാണ് എക്സ്പ്രസ് വേസ്. സോ അവിടുത്തെ ഒരു ട്രാഫിക് ഡെൻസിറ്റി കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നും ഒരു പാരലലി വേറെ റൂട്ട്, ഇപ്പോൾ ഈ ഫിഗറിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും 2 റൂട്ട് അവിടെ നിന്ന് പാരലലി ജസ്റ്റ് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ. സോ അതാണ് സർവീസ് റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെന്താ വെച്ചാൽ അവിടുത്തെ ഒരു കൺജഷൻ അതുപോലെ തന്നെ ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ റോഡുകളിലൂടെ പോവാം. അതാണ് സർവീസ് റോഡ് എന്ന് പറയുന്നത്. ഇനി സൈക്കിൾ ട്രാക്ക്. എന്താണ്? സൈക്ലിങ്ങിന് വേണ്ടി മാത്രം അലോട്ട് ചെയ്തിട്ടുള്ള സ്പേസാണ് സൈക്കിൾ ട്രാക്ക്. ഇതെല്ലാം ഒരു ഹൈവേയിൽ ഉണ്ടാവണം എന്നല്ല പറഞ്ഞത്, ഇതെല്ലാം ഓരോ ഓപ്ഷണൽസ് ആണ്. ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് പറയും, റോഡ് മാർജിൻ എന്ന് പറയുന്നതിൽ ഇതെല്ലാം വരും. ഓക്കെ, പിന്നെ മറ്റൊന്ന് എന്താണ്, ഫുട് പാത്ത്. എന്താ, നമ്മൾക്ക് ആളുകൾക്ക് നടന്നു പോകാനുള്ള ഒരു സ്പേസ്. പിന്നെ ഗാർഡ് റെയിൽസ് ഉണ്ടാവും. ഗാർഡ് റെയിൽസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗ്രൗണ്ട് ലെവലിൽ നിന്നും കുറച്ച് ഹയർ ലെവലിൽ എംബാങ്ക്മെൻ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബോർഡറായിട്ട് നമ്മൾ റോഡ് അവസാനിക്കുന്നിടത്ത് എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഒരു റെയിൽ കൊടുക്കുമല്ലോ, അതാണ് ഗാർഡ് റെയിൽ എന്ന് പറയുന്നത്. ഇതെല്ലാം നമ്മൾ എന്തിൽ പെടുന്നുണ്ട്, റോഡിൽ തന്നെയാണ്, എന്നാൽ കാരേജ് വേ കഴിഞ്ഞിട്ടാണ്. സോ അതിന് നമ്മൾ മൊത്തത്തിൽ റോഡ് മാർജിൻ എന്ന് പറയുന്നു. ഇനി വിഡ്ത്ത് ഓഫ് ഫോർമേഷനോട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കാരേജ് വേ ഉണ്ടല്ലോ, കാരേജ് വേയും ഷോൾഡറും കൂട്ടിയാൽ കിട്ടുന്ന ആ ഒരു വിഡ്ത്താണ് വിഡ്ത്ത് ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ കാണുന്ന റോഡ് എന്താണ്, ആ 2 വൈറ്റ് ലൈൻസിൻ്റെ അടുക്കുള്ള വെഹിക്കിൾസിന് മൂവ് ചെയ്യാൻ മാത്രം അലോട്ട് ചെയ്തുള്ള സ്പേസ് നമ്മൾ കാരേജ് വേ എന്ന് പറയും. അതും കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എഡ്ജിലേക്ക് ഇറങ്ങി പോയിട്ടുള്ള സ്പേസ് നമ്മൾ ഷോൾഡർ എന്ന് പറയും. സോ ആ ഷോൾഡറും കാരേജ് വേയും മൊത്തത്തിൽ നമ്മൾ ആഡ് ചെയ്താൽ കിട്ടുന്നത് വിഡ്ത്ത് ഓഫ് ഫോർമേഷനാണ്. ഓക്കെ, ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് റോഡിന് നമ്മൾ ഡിഫറെൻറ്റ് വിഡ്ത്ത് ഓഫ് ഫോർമേഷനാണ് IRC റെക്കമെൻഡ് ചെയ്യുന്നത്. NHും SH ഒക്കെ ആണെങ്കിൽ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈനിൽ 12 മീറ്റേഴ്സ്, അതേസമയം മൗണ്ടേനിയസ് ആൻഡ് സ്റ്റീപ്പ് ടെറൈനിൽ 6.25 to 8.8 മീറ്റേഴ്സ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ ഓരോന്നും മേജർ ഡിസ്ട്രിക്ട് റോഡ്, അതർ ഡിസ്ട്രിക്ട് റോഡ്, വില്ലേജ് റോഡിനൊക്കെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നിനും എത്ര വിഡ്ത്ത് ഓഫ് ഫോർമേഷൻ ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. സോ നോക്കൂ, ഈ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും കാരേജ് വേ ആണ് കാണിച്ചിട്ടുള്ളത്. ആ ക്യാമ്പറൊക്കെ കൊടുത്തിട്ടുള്ള രീതിയിൽ സ്ലോപ്പിംഗ് ആയി കാണിച്ചിട്ടുള്ള കാരേജ് വേ ആണ്. കാരേജ് വേ കഴിഞ്ഞിട്ട് 2 എഡ്ജിലേക്കും ഓരോ ഷോൾഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഷോൾഡർ ഈ ഒരു എഡ്ജിൽ നിന്നും ആ മറ്റേ എഡ്ജ് വരെയുള്ള ആ ഒരു വിഡ്ത്തിന് നമ്മൾ ഫോർമേഷൻ വിഡ്ത്ത് എന്ന് പറയും. ഓക്കെ, ഇനി റൈറ്റ് ഓഫ് വേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിഡ്ത്ത് ഓഫ് ലാൻഡ് അക്വയർഡ് ഫോർ ദ റോഡ് അലോങ് ഇറ്റ്സ് അലൈൻമെൻറ്റ്. അത് നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അക്വയർ ചെയ്തിട്ടുള്ള മൊത്തം ലാൻഡിൻ്റെ വിഡ്ത്തിനെ നമ്മൾ റൈറ്റ് ഓഫ് വേ എന്ന് പറയും. അതായത് റൈറ്റ് ഓഫ് വേയിൽ എന്താണ്, കംപ്ലീറ്റ് റോഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവില്ല. റൈറ്റ് ഓഫ് വേ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടി അക്വയർ ചെയ്ത ലാൻഡിൽ നമ്മൾ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ ബാക്കി സ്ഥലങ്ങൾ കൂടി ഇതിനുള്ളതായതുകൊണ്ട് നമ്മൾ അതിനെ മൊത്തത്തിൽ റൈറ്റ് ഓഫ് വേ എന്ന് പറയും. ആ ഒരു ലാൻഡിൻ്റെ മൊത്തം നമ്മൾ റൈറ്റ് ഓഫ് വേ എന്ന് പറയും. ഓക്കെ, അതിൽ എന്തെല്ലാം വരുന്നു നോക്കൂ, കാരേജ് വേ വരുന്നുണ്ട്, ഷോൾഡർ, മാർജിൻ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടെ കഴിഞ്ഞിട്ട് അവസാനം 2 ബൗണ്ടറികളാണ്, 2 ഇടയ്ക്കുള്ളതാണ് റൈറ്റ് ഓഫ് വേ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇനി ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിനും ഒക്കെ ആ ഒരു സ്പേസ് കണക്കാക്കിയിട്ടുള്ളതായിരിക്കും റൈറ്റ് ഓഫ് വേ.
ഓക്കെ, ഇതൊരു റൈറ്റ് ഓഫ് വേക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുള്ളതാണ്. സോ എല്ലാം, അതായത് റോഡും കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്, റോഡ് മാർജിൻ അതും കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയതാണ് റൈറ്റ് ഓഫ് വേ. ഇനി സാധാരണയുള്ള നോർമൽ റൈറ്റ് ഓഫ് വേയുടെ സ്റ്റാൻഡേർഡ് വാല്യൂസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ ഇത്രയുമാണ് ക്രോസ് സെക്ഷണൽ എലിമെൻറ്റ്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇതിന് ഡെഫിനിഷനും കാര്യങ്ങളും മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. കുറച്ച് അതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂസും എല്ലാം നമ്മൾ ഓർത്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.